യേശു ക്രിസ്തു എന്ന ദൈവത്തെ നമ്മൾ വിളിച്ച് ഭൗതികമായ സൃഷ്ടിക്ക് വേണ്ടി മാത്രമല്ല, ഈ ലോകത്തിലെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് യേശു ക്രിസ്തു വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നിത്യജീവനാണ്. യേശു ക്രിസ്തു വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നിത്യജീവിതമാണ്. നമുക്കറിയാം, മനുഷ്യരെല്ലാവരും മരിക്കും. ഇവിടെ ഇന്ന് യാത്രയിൽ ഞാനും നിങ്ങളും ഈ ദൈവം കേൾക്കുന്നവരും ഇവിടെയായിരിക്കുന്ന സാധാരണ മനുഷ്യരും മരിക്കും. നമുക്കറിയാം, വിശുദ്ധ ബൈബിളിൽ മനുഷ്യന്റെ ആയുസ്സിനെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. 70 വർഷം അല്ലെങ്കിൽ ഏറിയ 80 വർഷം. അതിൽ കൂടുതൽ കിട്ടിയാൽ ആ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു ബോണസാണ് നമ്മൾ തിരിച്ചറിയണം. ഇപ്പൊ നമുക്കറിയാം, നമ്മളെല്ലാവരും മരിക്കും. നമ്മളെല്ലാവരും മരിച്ച് മണ്ണിൽ അടക്കപ്പെടും, അല്ലെങ്കിൽ ദഹിപ്പിക്കപ്പെടും. അങ്ങനെ ചെയ്യുന്നവരാണ്. നമുക്കറിയാം, ഈ ലോക ജീവിതത്തിന് ഒരു അന്ത്യമുണ്ട്. ഈ ലോക ജീവിതത്തിന് ഒരു അന്ത്യമുണ്ട്. എന്നാൽ നമ്മൾ ഒരു കാര്യം തിരിച്ചറിയണം, ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം മണ്ണിൽ അവസാനിക്കുന്ന ഒരു ജീവിതമല്ല, മണ്ണിൽ അടക്കപ്പെട്ട് അവസാനിക്കുന്ന ഒരു ജീവിതമല്ല. ഈ ജീവിതത്തിൽ അപ്പുറത്തൊരു ജീവിതമുണ്ടായെന്ന് യേശു ക്രിസ്തു നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ആ യേശു ക്രിസ്തു വാഗ്ദാനം ചെയ്ത കാര്യം നിത്യജീവനാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ ഈശോ പറയുന്നുണ്ട്, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും.